എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മളിതാ എല്ലാവരും കൂടെ ഇന്ന് റിയാദിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് റിയാദത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിവിടുന്ന് റിയാദിലേക്ക് 4 മണിക്കൂർ യാത്രയാണുള്ളത്. നമ്മൾ പോണ വഴിക്ക് കൂടുതലും ഈ ഡെസേർട്ട് ഏരിയ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ അങ്ങനെ റിയാദിൽ എത്തിയിട്ടുണ്ട്. എത്തിയ പാടന്നെ എല്ലാവർക്കും നല്ല വിശപ്പാവുകൊണ്ട് നേരെ ഭക്ഷണം കഴിക്കാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ വന്നിട്ടുള്ളത് റിയാദിലെ ഷവായ ഹൗസിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് സൂ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ സൂവിലേക്ക് പോയി. അപ്പോഴേക്കും സൂ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോണത് ഇനി വാദി നമർ എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ്. അവിടെ വാട്ടർഫോളും ചെറിയ ചെറിയ ലേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ കല്ല് കൊണ്ടുള്ള കുറേ പാറകളും തട്ടുകളും ഫുള്ളിങ്ങനെയാണ്. ഈ ഏരിയ മൊത്തം ഇങ്ങനെയാണ്. ഈ പ്ലേസിനാണ് വാദി നമർ എന്ന് പറയണത്. ഇനി ഇവിടെ കുറച്ച് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് മൊത്തമായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പം നിങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കണം. അപ്പം നല്ല ഭംഗിയുള്ള നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ കുറേ മീനുകളും ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് കഴിക്കാൻ വരുന്നതും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് കൈ കൊണ്ടൊക്കെ പറ്റുകയാണെങ്കിൽ പിടിക്കാനൊക്കെ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ അവിടെ ഫിഷിംഗ് ഒന്നും അലൗഡ് അല്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. റിയാദിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരിക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊക്കെ മീനുകളൊക്കെ ഇങ്ങനെ പിടിച്ച് മക്കളുടെ കയ്യിലൊക്കെ കൊടുത്തു. അപ്പം നമുക്കിവിടെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമ്മളെ നാട്ടിലാണ് മഴക്കാലത്ത് ഇതുപോലെ വെള്ളം വരുമ്പോഴൊക്കെയാണ് മീനുകളെ പിടിക്കാനൊക്കെ പറ്റാറ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ വാദി നമറിലെ വിശേഷങ്ങൾ. അപ്പം ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അവിടെ ഒരു വലിയ വാട്ടർഫോളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. ഇറങ്ങി പാർക്ക് ചെയ്ത് അത് കാണാൻ പറ്റണ രീതിക്കൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാറിൽ നിന്നൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ റൂമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഞാൻ റൂമിലെത്തിയിട്ട് നമുക്ക് കിട്ടിയ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെടുത്ത റൂം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത് ചെറിയൊരു ഹാളാണ്. സോഫയും കാര്യങ്ങളും ടി വിയൊക്കെ
ഉള്ളൊരു നല്ലൊരു ചെറിയ ഹാളാണ്. ഇതാ ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇനി ഇതാ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കിച്ചണാണ്. കിച്ചണും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചെറിയൊരു കിച്ചണാണ്. പിന്നെ ഇതാ ഹാളിൽ നമുക്കൊരു ബാത്റൂം കൂടെ ഉണ്ട്. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ റിയാദത്തെ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. Be the light things on you.